നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരായ മഞ്ജു വാര്യരുടെ മൊഴി വിശ്വസിക്കാതെ വിചാരണ കോടതി. കോടതിയിലെ പല വെളിപ്പെടുത്തലുകളും അന്വേഷണ സമയത്തെ മൊഴിയിലില്ലെന്ന് കോടതി. ദിലീപിന്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞുവെന്നും കോടതി. LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി. പാലയിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നും വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്തി ഇടതുമുന്നണി. പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ലെന്ന് വിലയിരുത്തൽ. ആഴത്തിൽ പരിശോധിക്കുമെന്ന് LDF കൺവീനർ. തിരുവനന്തപുരത്ത് മേയറെ തെരഞ്ഞെടുക്കാൻ BJP-യിൽ ചർച്ച തുടരുന്നു. 17 ശേഷം തീരുമാനം. കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തിനായി ചരടുവലി. സാമുദായിക നേതാക്കളെ ഉപയോഗിച്ച് പദവി ഉറപ്പിക്കാൻ നീക്കം. കോഴിക്കോട് CPM മേയർ സ്ഥാനാർത്ഥി ആരെന്ന് നാളെ അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യും. സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെ SIT വീണ്ടും ചോദ്യം ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതുന്ന BBG റാംജി ബിൽ ലോക്സഭയിൽ. ശക്തമായ എതിർപ്പുയർത്തി പ്രതിപക്ഷം. പുതിയ വ്യവസ്ഥയിൽ 40% വിഹിതം സംസ്ഥാനങ്ങളുടെ ബാധ്യത. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി ജോർദാൻ. ശക്തമായി ഒപ്പമുണ്ടാകുമെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ. വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി വിശ്വസിക്കാതെ വിചാരണ കോടതി. കോടതിയിലെ പല വെളിപ്പെടുത്തലുകളും അന്വേഷണ സമയത്തെ മൊഴിയില്ലെന്ന് കോടതി വിലയിരുത്തി. ദിലീപിന്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞുവെന്നും കോടതി വിധിയിലുണ്ട്. മഞ്ജു വാര്യരുടെ മൊഴി ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു പ്രോസിക്യൂഷൻ നിലനിന്നത്. കാരണം മഞ്ജു വാര്യരും ദിലീപുമായുള്ള ബന്ധം തകരാൻ കാരണക്കാരിയായത് ഇരയാക്കപ്പെട്ട നടിയാണ് എന്നുള്ള തരത്തിലായിരുന്നു കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പിന്നീട് ഈ മഞ്ജു കോടതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയില്ല എന്ന് ഈ കോടതിയുടെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ പ്രധാനമായി ഉള്ളത് തങ്ങളുടെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത് ഇത്തരത്തിലുള്ള കാവ്യ മാധവനുമായുള്ള ദിലീപിൻ്റെ ബന്ധമാണ് എന്ന് മഞ്ജു വാര്യർ കോടതിയിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഈ ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ മഞ്ജു കണ്ട ചില മെസ്സേജുകളാണ്. അത് കാവ്യയുമായുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് എന്നുള്ളതാണ് കൃത്യമായി മഞ്ജു കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അത് പിന്നീട് ദിലീപുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, കാവ്യയുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട്, ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കാൻ മഞ്ജു വാര്യർ തയ്യാറായില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഈ വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട്. മറ്റൊന്ന്, മഞ്ജു വാര്യരും ദിലീപുമായി ബന്ധപ്പെട്ട വിവാഹമോചന ഹർജി അത് മ്യൂച്വലായി മഞ്ജു ഇടപെട്ട് മഞ്ജുവിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ മ്യൂച്വലായി നൽകുകയായിരുന്നു എന്നുള്ള വാദം കോടതി, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കോടതി മഞ്ജുവിനോട് ചോദിച്ചു. അതിൽ കൃത്യമായി തനിക്ക് ഓർമ്മയില്ല എന്നുള്ള മറുപടിയായിരുന്നു മഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതായത് ഈ വിവാഹമോചനം കാവ്യയുമായുള്ള ദിലീപിൻ്റെ ബന്ധത്തെ തുടർന്നായിരുന്നു എങ്കിൽ ഈ വിഷയം മോചനവുമായി ബന്ധപ്പെട്ട കുടുംബ കോടതിയിൽ തെളിയിക്കാൻ തനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയം മഞ്ജുവിന് ഉണ്ടായിരുന്നു എന്നത് കോടതിക്ക് ബോധ്യപ്പെടാൻ ഒരു കാരണമായി ഇത് മാറുകയായിരുന്നു. കാരണം മ്യൂച്വൽ പെറ്റീഷൻ നൽകിയത് മഞ്ജു ആണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രതിഭാഗം അഭിഭാഷകനായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ കാവ്യയുമായ ബന്ധം താൻ അറിഞ്ഞപ്പോൾ താൻ കാവ്യയുടെ അമ്മയെ വിളിച്ചിരുന്നു എന്ന് മഞ്ജു വാര്യർ പറയുന്നുണ്ട്. കാവ്യയുടെ അമ്മ എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്.
കാവ്യയുടെ അമ്മ ഇക്കാര്യം തനിക്കറിയാമെന്നും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകളുണ്ട് എന്നും മഞ്ജുവിനോട് വ്യക്തമാക്കിയെന്നാണ് മഞ്ജു മൊഴിയായി കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥരോട്, കാരണം വളരെ വൈറ്റലായിട്ടുള്ള ഒരു എവിഡൻസ് കൂടിയായിരുന്നു ഇത് എന്നത് മനസ്സിലാക്കണം. പക്ഷേ ഇക്കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് ഗൗരവത്തോടുകൂടി കോടതി കണ്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഈ ബന്ധത്തെക്കുറിച്ച് ഇരയാക്കപ്പെട്ട നടിക്ക് അറിയാമായിരുന്നു എന്നും ഈ നടിയുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് സംയുക്ത വർമ്മയ്ക്കും ഒപ്പം ഗീതു മോഹൻദാസിനുമൊപ്പം ഈ നടിയുടെ വീട്ടിലെത്തി എന്നുള്ള കാര്യവും മൊഴിയായി പറയുന്നുണ്ട്. തുടർന്ന് തുടക്കത്തിൽ ഈ കാര്യം വ്യക്തമാക്കാൻ ഈ ഇരയാക്കപ്പെട്ട നടി മടിക്കുകയും വൈകാരികമായി ഈ വിഷയത്തോട് പ്രതികരിക്കുകയും ചെയ്തപ്പോൾ ഈ നടിയുടെ പിതാവാണ് ഇക്കാര്യങ്ങൾ മഞ്ജുവിനോട് തുറന്നു പറയാൻ ആവശ്യപ്പെട്ടത് എന്നും മൊഴിയായി പറയുന്നുണ്ട്. പക്ഷേ ഇതും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകന്റെ ക്രോസിംഗിൽ വ്യക്തമായി എന്നുള്ളതാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വൈരുദ്ധ്യങ്ങൾ, മൊഴിയിലുള്ള നിരവധി വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും മറ്റും ചെയ്തത്. അത് വളരെ കൃത്യമായി തന്നെ കോടതി പരിഗണിക്കുകയും മറ്റും ചെയ്തിരുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ശേഷവും ദിലീപിന്റെ സഹോദരങ്ങളുമായി സംസാരിച്ചു, ദിലീപിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചു. തുടർന്ന് വിവാഹമോചനത്തിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞ് വരികയാണ്. അങ്ങനെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച പല കാര്യങ്ങൾക്കും മഞ്ജു എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ മഞ്ജുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലപ്പോഴും മഞ്ജു ഇതിനോടൊക്കെ പ്രതികരിച്ചിരുന്നത് ഈ തരത്തിൽ തനിക്ക് ഓർമ്മയില്ല എന്നോ അല്ലെങ്കിൽ തനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന തരത്തിലൊക്കെയാണ് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഈ ക്രോസിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ മഞ്ജുവിൻ്റെ മൊഴി വിശ്വാസമെടുക്കാൻ കോടതി തയ്യാറാകാതിരുന്നത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായത്. അതുതന്നെയാണ് ദിലീപിന് വലിയ ആശ്വാസമാവുകയും ചെയ്തത്. അതായത് കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ അത് വളരെ കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെടണം. ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു പ്രതിയെ ശിക്ഷിക്കാനുള്ള കൃത്യമായ തെളിവുകളായി അത് മാറുകയും വേണം. അത് മഞ്ജുവിൻ്റെ മൊഴിയിലൂടെ അല്ലെങ്കിൽ മഞ്ജുവിന് കോടതിയെ വിശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപിന് ഒരു പരിധിവരെ ഈ വിഷയത്തിൽ രക്ഷയായത് എന്നാണ് നമുക്ക് ഈ വിധിന്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശദമായി പരിശോധിക്കാൻ LDF ഒരുങ്ങുന്നു. ആദ്യം മുന്നണിയിലെ കക്ഷികൾ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. അതിനുശേഷം ഇടതുമുന്നണി വീണ്ടും യോഗം ചേരും. മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെന്നും ജനങ്ങളുടെ പ്രതികരണം ആഴത്തിൽ പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനവിധി മാനിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി മുമ്പോട്ട് പോകും എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനിലപാട്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ചില വിലയിരുത്തലുകൾ ഇന്നലെ CPM-ന്റെയും CPI-യുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതനുസരിച്ചുള്ള ചർച്ചകളൊന്നും ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായില്ല എന്നാണോ? തീർച്ചയായിട്ടും ഇടതുമുന്നണി യോഗത്തിൽ സാധാരണഗതിയിൽ ഇടതുമുന്നണി യോഗം ഒരു തീരുമാനമെടുക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അവലോകനമായൊക്കെ പറയാൻ പോകുന്നത് CPM എന്താണോ നിലപാടെടുക്കുന്നത്. ഒരു ഏത് തെരഞ്ഞെടുപ്പിന്റെ പരാജയമായാലും വിജയമായാലും CPM നിലപാട് നോക്കി, പ്രത്യേകിച്ചും പരാജയ സമയങ്ങളിൽ CPM എന്താണോ അതിന്റെ അവലോകനമായി പറയുന്നത് അത് തന്നെ ഇടതുമുന്നണിയും ആവർത്തിക്കാറാണ് പതിവ്. പക്ഷെ ഇന്ന് അത് ഉണ്ടായില്ല. ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ന്യൂനപക്ഷ വോട്ടുകൾ UDF അനുകൂലമായി കേന്ദ്രീകരിച്ചിട്ടില്ല, അതുപോലെ തന്നെ ശബരിമലയും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് CPI-യുടെ നേതൃയോഗങ്ങൾ ഉണ്ടായത്. CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും അതിരൂക്ഷമായ വിമർശനമാണ് ഈ മൂന്ന് വിഷയങ്ങളിലും ഉണ്ടായത്, അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനമാണ് ഉണ്ടായത്.
അതായത് സംസ്ഥാനത്ത് ഏറിയും കുറഞ്ഞും ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് CPI വിലയിരുത്തി. ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായി കേന്ദ്രീകരിച്ചു. അതിന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും ആക്കം കൂട്ടിയെന്ന് CPI വിലയിരുത്തി. ശബരിമലയും വലിയ തിരിച്ചടി ഉണ്ടാക്കിയ കാരണങ്ങളിൽ ഒന്നാണെന്ന് CPI കണക്കുകൂട്ടി. രണ്ട് പ്രധാന പാർട്ടികൾക്കും വ്യത്യസ്ത അഭിപ്രായ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഇടതുമുന്നണി അത്തരമൊരു സമീപനം ഇന്നത്തെ യോഗത്തിൽ സ്വീകരിച്ചില്ല. പകരം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ വേണമെന്ന ഒരു നിലപാട് എടുക്കുകയായിരുന്നു. അതിനുവേണ്ടി എല്ലാ ഘടകകക്ഷികളോടും അവരുടെ യോഗങ്ങൾ ചേരാൻ ആവശ്യപ്പെട്ടു. ഈ മാസം കൊണ്ട് ഘടകകക്ഷികൾ അവരുടെ യോഗം പൂർത്തിയാക്കും. 27-28 CPM-ന്റെ സംസ്ഥാന സമിതിയും യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ജനുവരി ആദ്യം ഇടതുമുന്നണിയുടെ സംസ്ഥാന നേതൃയോഗം ചേർന്ന് പരാജയ കാരണങ്ങൾ വിലയിരുത്തും. തോൽവി തന്നെയാണ്, പ്രതീക്ഷിച്ച ഫലമുണ്ടാകാത്തത് തോൽവി തന്നെയാണെന്ന് സംസ്ഥാന ഇടതുമുന്നണിയുടെ കൺവീനർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ തോൽവി പരിഹരിക്കാനുള്ള വഴികൾ ഇടതുമുന്നണി തേടും, തിരുത്തലുകൾ വരുത്തും, ജനവിധി മാനിക്കും. ജനവിധിക്ക് എതിരായി ജനങ്ങളുടെ മാൻഡേറ്റിന് വിരുദ്ധമായി ഒരിടത്തും ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കില്ലെന്ന് കൂടി CPM ഇടതുമുന്നണിയുടെ കൺവീനർ വ്യക്തമാക്കുന്നു. അതായത് പരാജയ കാരണങ്ങൾ ഇപ്പോൾ പരിശോധനയില്ല, അത് പാർട്ടികൾ പരിശോധിച്ച ശേഷം മാത്രമേ ഉണ്ടാകൂ. വലിയ തിരിച്ചടി തന്നെയാണെന്ന് CPM കണക്കുകൂട്ടുന്നു. പക്ഷേ ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. അതിനൊപ്പം തന്നെ അടിത്തറ ഒലിച്ചുപോയെന്ന പ്രചരണം തെറ്റാണ്. തോൽവി തന്നെയാണ്. പക്ഷേ അടിത്തറ ഇപ്പോഴും ഭദ്രമെന്നൊരു പൊതു വിലയിരുത്തലാണ് ഇടതുമുന്നണിയുടെ യോഗത്തിന് ശേഷം സംസ്ഥാന കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, UDF വിപുലീകരണ ചർച്ചകൾ സജീവമായിരിക്കെ മുന്നണി മാറ്റം തള്ളി കേരള കോൺഗ്രസ് M രംഗത്ത് വന്നു. LDF-ൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കി. പാലയിലടക്കം തിരിച്ചടി ഉണ്ടായെന്ന് വിലയിരുത്താനാകില്ലെന്നും സംഘടനാപരമായി ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചുവെന്നുമാണ് കേരള കോൺഗ്രസ് M-ന്റെ നിലപാട്. ജോസഫ് ഗ്രൂപ്പിനെ പരിഹസിച്ച ജോസ് കെ മാണി കടുത്തുരുത്തിയിലും തൊടുപുഴയിലും എന്താണ് അവരുടെ അവസ്ഥയെന്ന ചോദ്യവും ഉയർത്തി. ഞാൻ എൻ്റെ നിലപാട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഈ പറയുന്ന വീമ്പടിക്കുന്ന തൊടുപുഴയിൽ അവിടെ മുനിസിപ്പാലിറ്റിയിൽ അവരേതാണ്ട് 38 വാർഡുകളുണ്ട്. ജോസഫ് ഗ്രൂപ്പ് വിജയിച്ചത് 2 മാത്രമാണ്. ഇനി അത് പോട്ടെ, നമ്മളാരെ ആക്ഷേപിക്കാനൊന്നുമില്ല. പിന്നെ പറഞ്ഞ ഉത്തരം പറയണുണ്ട്, ഇനിയും പറയാനുണ്ട്. 80-ന് ശേഷം മുനിസിപ്പാലിറ്റി ഫോം ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം പോലും മുനിസിപ്പാലിറ്റി ഒരു ചെയർമാനായി ജോസഫ് ഗ്രൂപ്പ് വന്നിട്ടില്ല. പക്ഷേ കേരള കോൺഗ്രസ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഈ പറയുന്ന കടുത്തുരുത്തിയിലും പറയുന്നുണ്ടല്ലോ ഇലയുടെ കാര്യത്തിൽ, അവിടെ ഇനി വെള്ളം കോരാനാരും വരണ്ട എന്ന് ഒഴിക്കാമെന്ന് പറയും. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ആ രീതിയാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ വികസന കാര്യത്തിലൊക്കെ ആധുനിക കാര്യത്തിലെല്ലാം പുറകോട്ട് അതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുണ്, പല അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഫലത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പുറത്തേക്ക് ഒരു ചാട്ടം ഉണ്ടാകും മാണി ഗ്രൂപ്പിന്, ജോസ് ഗ്രൂപ്പിന് എന്ന കാര്യത്തിലൊക്കെ. പക്ഷേ പൂർണ്ണമായും തള്ളുകയാണ്, ഇടതുമുന്നണിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ്. ഇന്നത്തെ ഇടതുമുന്നണി യോഗമൊക്കെ അതിന് കാരണമായി എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലേ? തീർച്ചയായിട്ടും അതിനു മുമ്പ് തന്നെ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. ഏതായാലും UDF-ലേക്കുള്ള ക്ഷണം തള്ളുകയാണ് കേരള കോൺഗ്രസ് M എന്ന് വ്യക്തമാണ്. UDF-ന്റെ ചെയർമാൻ കൂടിയായ VD സതീശൻ നേരത്തെ കേരള കോൺഗ്രസിനെ പരോക്ഷമായി സ്വാഗതം ചെയ്തിരുന്നു. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് വരട്ടെ എന്ന നിലപാടെടുത്തു. എന്നാൽ അത്തരത്തിൽ ഒരു മുന്നണി മാറ്റത്തിനും തങ്ങളില്ല എന്ന് വ്യക്തമാക്കുകയാണ് ജോസ് കെ മാണി ചെയ്തത്. മാത്രമല്ല അവിടെ ജോസ് കെ മാണിയുടെ വരവ് ആശങ്കയുണ്ടാക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ്. അവരെ പരിഹസിക്കുകയാണെന്ന് ജോസ് കെ മാണി ചെയ്തത്. പരുന്തിന് മുകളിലിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് ജോസഫ് ഗ്രൂപ്പിനെന്ന പരിഹാസമാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല അവിടെ തൊടുപുഴയിൽ എത്ര സീറ്റാണ് അവർക്ക് ലഭിച്ചത്? തൊടുപുഴയിൽ 2 സീറ്റ് മാത്രമാണ് ജോസഫ് ഗ്രൂപ്പിന് ലഭിച്ചത്. കടുത്തുരുത്തിയിൽ എത്രയാണ് അവരുടെ നേട്ടമെന്ന് ചോദിക്കുന്നു. പാലാ മുനിസിപ്പാലിറ്റി ചരിത്രത്താദ്യമായി നഷ്ടപ്പെടുമ്പോഴും 7 നേരത്തെയുള്ള അതേ സീറ്റുകൾ നിലനിർത്താൻ കേരള കോൺഗ്രസ് M-ന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഇടതുമുന്നണിക്കുണ്ടായ തിരിച്ചടിയുടെ ഭാഗമായി അവിടെയും മുന്നണി എന്ന രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയി. പാലാ നിയമസഭാ നിയോജക മണ്ഡലത്തിലും 2000-ൽ പരം വോട്ടിന് മുന്നിൽ നിൽക്കുന്നത് ഇടതുമുന്നണി തന്നെയാണെന്നും ഇവിടെ ജോസ് കെ മാണി സമർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ തുടരും, ഇടതുമുന്നണിക്ക് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് M വ്യക്തമാക്കുന്നത്. മുന്നണി മാറ്റമെന്ന എല്ലാ സാധ്യതകളെയും അടയ്ക്കുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. ഇടതുമുന്നണി യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ആ പ്രതികരണം നടത്തിയത്.
അതാണ് സാഹചര്യം. ഏതായാലും ജോസ് കെ മാണി തൽക്കാലം ഇടതുമുന്നണി വിടില്ല, ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കും. ആ UDFന്റെ ആ ആഗ്രഹം തൽക്കാലം അങ്ങ് മാറ്റിവെച്ചേക്കാനാണ് ജോസ് കെ മാണി പറയുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടായതായി ഒരു വേദിയിലും ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വോട്ടിംഗ് പാറ്റേണിനെ ഭരണവിരുദ്ധ വികാരമായി കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഒരു കാര്യത്തിലും ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നില്ല. മന്ത്രിസഭയിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഐകണ്ഠേനയാണ്. LDFന് ഹിമാലയൻ പരാജയമുണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായതായി ഒരു വേദികളിലും ഇടതുപക്ഷത്തിന്റെ ഒരു വേദികളിലും ചർച്ച ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഭരണവിരുദ്ധ വികാരമായി വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയില്ല. ഒരു ഏകപക്ഷീയമായ കാര്യങ്ങളും മുഖ്യമന്ത്രി തീരുമാനം എടുക്കുന്നില്ല. ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള കാര്യം എനിക്കറിയാം. മന്ത്രിസഭയിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഏകണ്ഠമായിട്ടാണ് എടുക്കുന്നത്. ഒരു തീരുമാനങ്ങൾ പോലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം തെറ്റായ വാർത്തകളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രചരണം മാത്രമായി കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഭരണവിരുദ്ധ വികാരം ഒരു സ്ഥലത്തും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. ഹിമാലയം പരാജയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ചെറിയൊരു പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം തെറ്റ് തിരുത്തി എന്താണെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകും. നമ്മുടെ ബന്ധപ്പെട്ട കമ്മിറ്റികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെല്ലാം ചേർന്നുകൊണ്ട് വസ്തുതാപരമായി തന്നെ പരിശോധിച്ച് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച നേട്ടത്തിന് പിന്നാലെ പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ കോൺഗ്രസ്. KPCC സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. KPCC നേതൃത്വവുമായി ഹൈക്കമാൻഡ് നടത്തിയ കൂടിക്കാഴ്ചയിൽ പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാൻ ധാരണയായി. എന്നാൽ തലസ്ഥാനത്ത് N ശക്തന് പകരക്കാരനെ കണ്ടെത്തുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ശേഷിക്കുന്ന പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ സമയം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന സമയമാണെന്ന തിരിച്ചറിവിലാണ് എത്രയും പെട്ടെന്ന് തന്നെ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് അന്തിമ ചിത്രം തെളിഞ്ഞിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് KPCC സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം അടക്കം എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ 100 പേർക്ക് മുകളിലുള്ള ഒരു KPCC സെക്രട്ടറിമാരുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് സൂചന. ഒരുപക്ഷെ 100-നും 120-നും ഇടയിൽ സെക്രട്ടറിമാർ ആ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം DCC അധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ മറ്റ് ജില്ലകളിലൊക്കെ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിലും തിരുവനന്തപുരത്ത് N ശക്തൻ സ്ഥാനമൊഴിയുന്നു. അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് തുടരാനെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ തൽക്കാലത്തേക്ക് തുടരാൻ നേതൃത്വം തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം തിരുവനന്തപുരം DCC അധ്യക്ഷൻ ശക്തന് പകരക്കാനായി ആര് വേണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെമ്പഴന്തി അനിലിന് വേണ്ടി ശക്തമായ വാദമാണ് ഉന്നയിക്കുന്നത്. അതിനെ എതിർത്തുകൊണ്ട് മറ്റു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നതാണ് തിരുവനന്തപുരത്ത് DCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ ഒരു അനിശ്ചിതത്വത്തിന് കാരണം. എന്തായാലും ആ തർക്കങ്ങൾ ഉടൻ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം കിടക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുക, അതായത് അതത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഈ KPCC ഭാരവാഹികളുടെ ചുമതല നൽകി അവരുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന്റെ ഭാഗമായാണ്, അതിന് മുന്നോടിയായിട്ടാണ് പുനഃസംഘടനാ നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം KPCC നേതൃത്വവുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തുകയും പുനഃസംഘടന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തതെന്നാണ് സൂചന. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. BJP ആദ്യമായി ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര് മേയറാകുമെന്നതിൽ തീരുമാനമായില്ല. ചർച്ചകളിലേക്ക് കൂടുതൽ പേരുകൾ കടന്നു വരികയാണ്. VV രാജേഷിനും R ശ്രീലേഖയ്ക്കും പുറമെ കരമന അജിത്തും പരിഗണനയിലുണ്ട്. ചരിത്രം സൃഷ്ടിച്ചാണ് BJP തലസ്ഥാന ഭരണം പിടിച്ചത്. അതിന്റെ ആരാണ് ആ കൗൺസിൽ നയിക്കാൻ എന്ന കാര്യത്തിലെ ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നത്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ VV രാജേഷ് കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് വിജയിച്ചത്. രാജേഷിനെ തന്നെ മേയറാക്കാനുള്ള ചർച്ചകളാണ് സജീവം. മുതിർന്ന നേതാവാണ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, നേരത്തെ പൂജപ്പുര കൌൺസിലറായിരുന്നു. അതിശക്തമായ പ്രതിപക്ഷമായി കോൺഗ്രസും CPM ഇത്തവണ തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ കൌൺസിലിനെ നയിക്കാൻ ചെറിയ ഒരു കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ
സംസ്ഥാനത്തെ ഒരു സംഘത്തെയാണ്, ഒരു ടീമിനെയാണ് നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വി രാജനെ പോലെ രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ഒരു നേതാവിനെ തന്നെ വേണമെന്ന അഭിപ്രായമാണ് BJP-യിൽ പ്രബലം. RSSന്റെ പിന്തുണയും വി രാജേഷിന്. അതുകൊണ്ട് തന്നെ വി രാജേഷ് മേയറാകാനാണ് സാധ്യത ഏറെയും. പക്ഷേ മുൻ DGP കൂടിയായ R ശ്രീലേഖയെ മത്സരിപ്പിച്ചത് തന്നെ മേയർ പദവിയിലേക്ക് പരിഗണിക്കുമെന്ന ഉറപ്പ് ദേശീയ നേതൃത്വം നൽകിയെന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശ്രീലേഖയെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്നാണ് BJP നേതൃത്വത്തെ കുഴക്കുന്ന ചോദ്യം. അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കളുടെ കൂടി ഉറപ്പോടുകൂടി വാഗ്ദാനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീലേഖ മത്സരിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മേയറാക്കിയില്ലെങ്കിൽ ശ്രീലേഖയുടെ ഭാഗത്ത് എന്ത് സമീപനവും ഉണ്ടാകുന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. പക്ഷേ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇത്തവണ വനിതാ സംവരണമാണ് തിരുവനന്തപുരം നഗരസഭയിൽ. ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറായി കൊണ്ടുവരികയും അതിനുശേഷം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാമെന്ന സാധ്യതകളുമാണ് BJP നേതൃത്വം തേടുന്നത്. രാജേഷ് അല്ലെങ്കിൽ മറ്റു പേരുകൾ കൂടി പരിഗണനയിൽ മേയർ സ്ഥാനത്തേക്കുള്ളത് കരമന അജിത്ത് തുടർച്ചയായി 3 തവണ വിജയിച്ച, അതും CPM-ന്റെ കോട്ടയെന്നറിയപ്പെടുന്ന നെടുങ്കാട് നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ചു. തവണ വീണ്ടും കരമനയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കരമന അജിത്തിനെ മേയറാക്കാനുള്ള സാധ്യതയും BJP പരിഗണിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് മറ്റു ചില പേരുകൾ കൂടി, അതായത് MR ഗോപൻ അടക്കമുള്ള പേരുകൾ കൂടി BJP പരിഗണിക്കുന്നത്. ഏതായാലും 21-ാം തീയതി ഞായറാഴ്ചയാണ് കൌൺസിലിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്നാണ് അധ്യക്ഷ സ്ഥാന തെരഞ്ഞെടുപ്പ്. അപ്പോഴത്തേക്ക് മാത്രം മേയറുടെ കാര്യത്തിൽ തീരുമാനം മതി. RSSന്റെ തീരുമാനം പ്രധാനമാണ്. ദേശീയ നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടുകൂടിയാകും BJP മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇപ്പോൾ മുൻഗണനയുള്ള പേര് വി രാജേഷിനാണ്. ഒപ്പം ശ്രീലേഖയും അതുപോലെ തന്നെ കരമന അജിത്തിനെ പോലുള്ള നേതാക്കളെയും BJP പരിഗണിക്കുന്നുമുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ 2 സീറ്റുകളിൽ ഉണ്ടായ അപ്രതീക്ഷിത തോൽവി പരിശോധിക്കുമെന്ന് കെ മുരളീധരൻ. കോർപ്പറേഷനിൽ ജനവിധി അട്ടിമറിക്കാൻ ഇല്ല, ഒരവിശുദ്ധ കൂട്ടുകെട്ടിനുമില്ല. എന്നാൽ CPM ഇപ്പോഴും പരാജയം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷ 2 സീറ്റുകൾ നഷ്ടപ്പെട്ടു. വെള്ളറടയും മലയങ്കീഴും, അത് 2 സീറ്റിൻ്റെ അതുകൊണ്ടാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. ഏതായാലും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാളിച്ചത് പറ്റിയത് എന്ന് പരിശോധിക്കുന്നുണ്ട്. ജനവിധി അട്ടിമറിക്കാൻ ഞങ്ങളില്ല, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനും ഞങ്ങളില്ല. CPM ഇപ്പോഴും പരാജയം അംഗീകരിക്കുന്നില്ല. കൂടുതൽ തെറ്റിലേക്ക് ആ പാർട്ടി നീങ്ങുകയാണ്. അവരെ തിരുത്താൻ ആരെക്കൊണ്ടും കഴിയാത്ത അവസ്ഥയാണ്. CPI പറഞ്ഞാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഭരണത്തിൻ്റെ അഴിമതിയും ക്യാപ്റ്റനും തകരാറാണ്. ഞാൻ പറഞ്ഞില്ല, ക്യാപ്റ്റനാണ് തകരാറ്. കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തിനായി ചരടുവലി. സാമുദായിക നേതാക്കളെ ഉപയോഗിച്ച് പദവി ഉറപ്പിക്കാനാണ് നീക്കം. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരാണ് മേയർ സ്ഥാനത്തിനായി നീക്കം സജീവമാക്കിയത്. കൊച്ചിയിലെ മേയർ സ്ഥാനാർത്ഥികളായി കണ്ടിരുന്ന 3 വനിതകളും ജയിച്ചു കയറി വന്നത് UDF-നും കോൺഗ്രസിനെ ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. ദീപ്തി മേരി വർഗീസ് ആകട്ടെ KPCC ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ സംഘടനാപരമായ ചുമതല കൂടുതലുള്ള നേതാവ് എന്നുള്ളതിൽ ദീപ്തി മേരി വർഗീസിന് സാധ്യതയേറെയാണ്. അത് മാത്രമല്ല, സംസ്ഥാനത്തെ നേതാക്കളും ഈ ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്റ്റേഡിയം വാർഡിൽ നിന്നാണ് ദീപ്തി മേരി വർഗീസ് ജയിച്ചിട്ടുള്ളത്. വനിതാ സംവരണമാണ് കൊച്ചി മേയർ സ്ഥാനത്തേക്കുള്ളത്. അതുപോലെ തന്നെ VK മിനിമോൾ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. VK മിനിമോളും ഈ സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിലെ നിന്ന് ജയിച്ചിട്ടുള്ള ഷൈനി മാത്യുവും മേയർ സ്ഥാനത്തേക്ക് ശ്രമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ദീപ്തി മേരി വർഗീസിന്റെയും മിനിമോളിന്റെയും ഇടവക ഒന്നായതുകൊണ്ട് തന്നെ സാമുദായിക സമവാക്യങ്ങളൊന്നും അത്ര കണ്ട് വിലപ്പോകുന്ന സാഹചര്യം ഇല്ല. എന്നിരുന്നാൽ പോലും സാമുദായിക നേതാക്കളെ വെച്ച് ഇരുവരും ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഷൈനി മാത്യുവും തന്റേതായ രീതിയിൽ ഈ മേയർ സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സാമുദായിക സമവാക്യങ്ങൾ ആപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതേസമയം ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ് കൂടുതൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. KVP കൃഷ്ണകുമാർ, ദീപക് ജോയ്, അതുപോലെ VK സുധീർ, ഈ 3 പേരാണ് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ UDF-ന്റെ മുന്നോട്ടുള്ള പോക്ക് അങ്ങനെ തന്നെയാണെന്ന് അറിയുന്നത്. അതേസമയം ലീഗും ഇതുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയെ ലീഗിന് വേണം എന്നുള്ള ഒരു നീക്കത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവർക്ക് 3 കൗൺസിലർമാരാണ് ലീഗിന് ജയിച്ചിട്ടുള്ളത്. കൗൺസിലർമാരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് പക്ഷെ ലീഗിന്റെ ആവശ്യം പരിഗണിക്കാനുള്ള സാധ്യത തുച്ഛമാണ്. എന്നിരുന്നാൽ പോലും വളരെയേറെ പ്രതിസന്ധിയിലാണ് കൊച്ചിയിലെ കോൺഗ്രസ് നേതൃത്വം. DCC ഇതുമായി ബന്ധപ്പെട്ട് ഈ 21-ാം തീയതി സത്യപ്രതിജ്ഞ നടത്തുന്നതിന് മുൻപ് തന്നെ
മേയറെയും ഡെപ്യൂട്ടി മേയറെയും പരിഗണിക്കാമെന്നുള്ള നീക്കത്തിൽ തന്നെ ആണെങ്കിൽ പോലും അതിനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ പ്രതിസന്ധി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ നേതാവ്, അതായത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ, കോൺഗ്രസ് ഭാരവാഹിത്വം വഹിക്കുന്ന ആൾ എന്നുള്ള നിലയിലും ദീപ്തി മേരി വർഗീസുള്ള സാധ്യത ഏറുകയാണ് എന്നാണ് വിലയിരുത്തൽ. മിനിമോളും തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. മിനിമോളെയും നേരത്തെ മേയർ സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് പരിഗണിച്ചിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലൂടെ അത്തരൊരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം UDF-ഉം. CPM ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ഏക കോർപ്പറേഷനായ കോഴിക്കോട്ട് മേയർ സ്ഥാനാർത്ഥി ആരെന്ന് നാളെ അറിയാം. ജില്ലാ LDF യോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം. O സദാശിവൻ, K രാജീവ്, S ജയശ്രീ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. അപ്രതീക്ഷിത പേരുകൾ കടന്നുവരാനും സാധ്യതയുണ്ട്. നിലവിലെ കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ജയശ്രീ, തടമ്പാട്ട് താഴത്തു നിന്നുള്ള കൗൺസിലറായ O സദാശിവൻ, ഒപ്പം ബേപ്പൂരിൽ നിന്നുള്ള കൗൺസിലറായ P രാജീവ് എന്നിവരെയാണ് CPM മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇതിൽ S ജയശ്രീയെ കഴിഞ്ഞ വർഷം മേയർ സ്ഥാനത്തേക്ക് CPM പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലാണ് ബീന ഫിലിപ്പ് ചെയർപേഴ്സണായി മാറിയത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും 2 തവണയും വനിതാ മേയർമാരെ തന്നെ നിയോഗിക്കണമോ എന്ന കാര്യത്തിലും CPM ആലോചനകൾ നടത്തും. അങ്ങനെയെങ്കിൽ O സദാശിവനും P രാജീവിനുമാണ് കൂടുതൽ സാധ്യത. നിലവിലെ കക്ഷി നേതാവ് O സദാശിവനാണ്. പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ആളാണ് P രാജീവ്. അതുകൊണ്ട് ആ അടുപ്പം ഒരു ഗുണകരമായി മാറുമോ എന്നതാണ് കാണേണ്ടത്. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രാഥമികമായ ചില ചർച്ചകൾ നടത്തിയെങ്കിലും വിശദമായ ഒരു ചർച്ച ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. വിശദമായ ചർച്ച പാർട്ടിക്കുള്ളിൽ നടത്തി സംസ്ഥാന ഘടകത്തിന് ഈ സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നാളെ നടക്കുന്ന LDF യോഗത്തിൽ ഈ തീരുമാനം പ്രഖ്യാപിക്കും എന്ന ഒരു സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും വളരെ വലിയ വിജയം പ്രതീക്ഷിച്ച ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട്. പക്ഷേ അർഹിക്കുന്ന വിജയം ലഭിച്ചില്ല എന്ന ഒരു വിലയിരുത്തലാണ് ഉള്ളത്. ഒപ്പം പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുസാഫിർ അഹമ്മദിൻ്റെ ഞെട്ടിക്കുന്ന തോൽവിയും പാർട്ടി വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകളെ അണിനിരത്തിയുള്ള ഒരു പോരാട്ടം ഇനി നടത്തണോ, അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലേക്ക് പരമാവധി ആളുകളെ, അല്ലെങ്കിൽ ജൂനിയറായ ആളുകളെ എത്തിക്കണമോ എന്നൊരു ചർച്ചകളും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു മേയറെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. നവാഗത കൗൺസിലറുമായ സന്ദേശ് അടക്കമുള്ളവരുടെ പേരുകളും ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെ മേയറായി അണിനിരത്തിയ ഒരു ഞെട്ടിക്കുന്ന നീക്കം CPM നടത്തിയിരുന്നു. എന്തായാലും അത്തരത്തിലൊരു രീതിയിലേക്ക് പോകുമോ എന്ന ഒരു ആകാംക്ഷ രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട്. പക്ഷേ നൂൽപാലത്തിലൂടെയാണ് ഇത്തവണത്തെ ഭരണം കടന്നു പോകുന്നത്. വ്യക്തമായ ഭൂരിപക്ഷം കോർപ്പറേഷനിൽ CPM-ന് ഇല്ലാത്ത ഒരു സാഹചര്യം, UDF-ൻ്റെയും BJP-യുടെയും അംഗബലം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് കൂടുതൽ പരിചയമുള്ള ഒരാളെ തന്നെ മേയറായി നിയോഗിക്കണമോ എന്ന കാര്യവും ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് CPM അറിയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ക്രിസ്തുമസ് പുതുവത്സര വിരുന്നിൽ പങ്കെടുത്ത് നടി ഭാവന. മതമേലധ്യക്ഷന്മാർക്കും പൗരപ്രമുഖരും വിരുന്നിനെത്തി. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അരുണ്, ഇന്ന് പ്രധാനപ്പെട്ട ആളുകളൊക്കെ പങ്കെടുത്ത വിരുന്നിലാണ് നടിയുടെ സാന്നിധ്യം കൂടി ഉണ്ടായത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് നടന്നു ഇന്ന് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലാണിപ്പോൾ നടി ഭാവനയും പങ്കെടുത്തിരിക്കുന്നത് എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. നിരവധി പ്രമുഖർ കൂടി പങ്കെടുത്ത ഒരു വിരുന്നായിരുന്നു അത്. അരുൺ, വിവരങ്ങൾ. രജിത, പൗരപ്രമുഖർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് നടത്തിയത്. ഇപ്പോൾ വിരുന്ന് പുരോഗമിക്കുകയാണ്. അതിലാണ് ചലച്ചിത്ര താരം ഭാവനയും എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സിനിമാ മേഖലയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉയർന്നെടുക്കുന്ന സമയമാണ്. അപ്പോഴാണ് സിനിമാ മേഖലയിലെ പ്രമുഖരെ ഈ വിരുന്നിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിക്കുകയും ഭാവന പങ്കെടുക്കുകയും ചെയ്തത്. മറ്റു പ്രമുഖരും ഈ വിരുന്നിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, SLDP യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ യോഗത്തിലുണ്ട്. അതുപോലെ തന്നെ വിവിധ സഭകളിലെ അധ്യക്ഷന്മാർ, സാമുദായിക രംഗത്തെ മറ്റ് പ്രമുഖർ, കാന്തപുരം അടക്കമുള്ള ആളുകൾ
ഈ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. കർദിനാൾ ക്ലിമ്മീസ് കാതോലിക്ക ബാവ പങ്കെടുക്കുന്നുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഒക്കെ ഈ വിരുന്നിന്റെ ഭാഗമായി എത്തുന്ന ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി നേതാക്കൾ, അതുപോലെ തന്നെ മറ്റു ഘടകകക്ഷി നേതാക്കളും ഈ വിരുന്നിൽ ഉണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ടാകും. ഈ സംസ്ഥാനത്തെ പ്രമുഖ വ്യക്തികൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ്, സാമുദായിക രംഗങ്ങളിലെ പ്രമുഖർക്കും വേണ്ടിയൊക്കെയാണ് വിരുന്ന് സംഘടിപ്പിച്ചത്. സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട പേര് നമുക്ക് പറയാൻ കഴിയുന്നത് നടി ഭാവനയുടേതാണ്. ഏതായാലും വിരുന്നിപ്പോഴും തുടരുകയാണ്. മുഖ്യമന്ത്രി സംഘടിപ്പിച്ച വിരുന്നിൽ നടി ഭാവനയും പങ്കെടുത്തു. മറ്റ് സാമുദായിക നേതാക്കളടക്കം ഈ വിരുന്നിന്റെ ഭാഗമായിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡ് അംഗങ്ങളുടെയും മൊഴിയെടുക്കും. ഇതിനിടെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്തു. 2 ജീവനക്കാരുടെയും മൊഴിയെടുത്തു. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തന്നെ മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണ സംഘം അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഭരണസമിതിയെ, ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഭരണസമിതിയെ, PS പ്രശാന്ത് നേതൃത്വം നൽകിയ ഭരണസമിതിയെ മൊഴിയെടുക്കുന്നതിനായി വിളിപ്പിക്കുന്നത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ മൊഴിയെടുക്കാനായി ഇവരെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. അതോടൊപ്പം ദേവസ്വം വിജിലൻസിലെ ചില ഉദ്യോഗസ്ഥരും SITയുടെ സംശയനിഴലിലുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വർഷങ്ങളായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് SITയുടെ സംശയം. അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥരിൽ ചിലർ വിദേശയാത്രകൾ നടത്തിയതിന്റെ സൂചനകളും അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതടക്കമുള്ള ദിശകളിലേക്ക് കൂടി അന്വേഷണം നീളുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്താണ് ഈ വിവാദങ്ങൾക്ക് കാരണമായ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിന് ഈ കസ്റ്റോഡിയൻ 40 വർഷത്തേക്ക് ഈ അവിടുത്തെ എല്ലാ അറ്റകുറ്റപ്പണികളുടെയും കസ്റ്റോഡിയൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നതിനാലാണ് അദ്ദേഹത്തിനത് കൈമാറിയത് എന്ന വിശദീകരണമായിരുന്നു നേരത്തെ PS പ്രശാന്ത് മാധ്യമങ്ങളോടക്കം നടത്തിയത്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ ഇത്തരം ദ്വാരപാലക ശില്പവും അതോടൊപ്പം സ്വർണ്ണപ്പാളിയും അത് മറ്റ് എല്ലാ പ്രധാനപ്പെട്ട, അതായത് 3 തരത്തിൽ തട്ടിപ്പ് നടത്താൻ ഇടവരുന്ന തരത്തിൽ പ്രധാനപ്പെട്ട ശില്പങ്ങൾ കൊടുത്ത് വിടുന്നതിൽ ഗൂഢാലോചന നേരത്തെ തന്നെ നടന്നിരുന്നോ എന്നാണ് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തുവിടുന്നതിനിടയിലാണോ ഈ സ്വർണം ഉരുക്കി മാറ്റിയത്? അത് ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഫലമാണോ? കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾക്കോ അധ്യക്ഷനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിരുന്നോ? മിനിറ്റ്സിൽ കൃത്യമായി സ്വർണം പൂശിയ ചെമ്പ് എന്നുള്ളത് ചെമ്പെന്ന് മാത്രം രേഖപ്പെടുത്തിയതിന്റെ കാരണം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ പരിശോധന SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക. അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ കഴിഞ്ഞ ഭരണസമിതിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊഴിയെടുക്കുന്നതിനായി വിളിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു ചോദ്യം ചെയ്യലിന്റെ രൂപത്തിലേക്ക് മാറുമോ എന്നതിലാണ് ഇനിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഭരണസമിതിക്കെതിരെയും വലിയ തരത്തിൽ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ PS പ്രശാന്ത് നേതൃത്വം നൽകിയ ഭരണസമിതിയെ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ മറ്റൊരു നടപടികൾക്കുമായി പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നില്ല. അതേസമയം അന്വേഷണം ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് കഴിഞ്ഞ ഭരണസമിതിയെ കൂടി ചോദ്യം ചെയ്യാനുള്ള സുപ്രധാനമായൊരു തീരുമാനം SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ചുവെന്ന പരാതിയിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. ജാമ്യാപേക്ഷ ഈ മാസം 18-ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നത്തിൽ ഇന്ന് രാത്രിയോടെ പരിഹാരമുണ്ടാക്കുമെന്ന് ജില്ലാ കളക്ടർ G. പ്രിയങ്ക. ചേരാനല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കും. മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRL നിർദ്ദേശം നൽകി. പ്രശ്നങ്ങൾ അറിയിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പുകളും തുടങ്ങി. കൊച്ചി മെട്രോയുടെ പൈലിങ്ങിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും എനിക്ക് പിന്നിലായി കാണാം കൊച്ചി മെട്രോയുടെ പൈലിങ്ങിനിടെ പൊട്ടിയിട്ടുള്ള ആ പൈപ്പിൽ നിന്നും ധാരാളമായി വെള്ളം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ പാലാരിവട്ടം, തമ്മനം, കലൂർ മേഖലകളിൽ ഇത് കാരണം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാം എന്നുള്ള ജില്ലാ കളക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് ഇന്നലെ പ്രതിഷേധക്കാർ മടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമല്ല, ഇത്തരത്തിൽ പൈലിങ്ങിനിടെ നിരന്തരമായി ഇങ്ങനെ പൈപ്പുകൾ പൊട്ടുകയും കുടിവെള്ള പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതുകൊണ്ട് തന്നെയാണ് ഇന്നലെ
ശക്തമായ ഉപരോധത്തിലേക്ക് നാട്ടുകാർ നീങ്ങുന്ന സാഹചര്യമുണ്ടായത്. ഇന്ന് കൊച്ചി മെട്രോ അധികൃതർ, KMRL പ്രതിനിധികൾ തുടങ്ങിയ ആളുകളൊക്കെ ചേർന്നിട്ടാണ് ജില്ലാ കളക്ടറുമായി യോഗം ചേർന്ന. യോഗത്തിനിടെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പ്രതിനിധികളും ഉണ്ടായത്. യോഗത്തിനിടെ കുടിവെള്ളം പ്രശ്നം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കലൂർ, കമ്മനം, പാലാരിവട്ടം ഭാഗങ്ങളിലാണ് കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഇന്ന് രാത്രിയോടുകൂടി പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഒരു 6 ഡിവിഷനും പിന്നെ ചേരനൂർ പഞ്ചായത്തിന് വെള്ള ടാങ്കറുകളിൽ വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ KWA പിന്നെ മെട്രോ ചെയ്യുന്നുണ്ട്. അതേമാതിരി പൊട്ടി ഒരു ലീക്ക് ഉണ്ടല്ലോ, അത് ഒരു വൈകുന്നേരത്തേക്ക് റിപ്പയർ ആക്കാനുള്ള എല്ലാ ശ്രമവും എടുക്കുന്നുണ്ട്. ചേരാനല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ വെള്ളമെത്തിക്കും. അതുപോലെ മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRL നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും തൽക്കാലം സ്റ്റോപ്പ് മെമ്മോ നൽകുന്നില്ല. എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ എന്നുമാണ് കളക്ടർ അഭിപ്രായപ്പെട്ടത്. സ്റ്റോപ്പ് മെമ്മോ അങ്ങനെ നമുക്ക് പോവേണ്ട, കോർഡിനേഷനിൽ പോകുന്നത് നല്ലതാണ്. ലെറ്റ് us not stop anybody. എല്ലാം മുമ്പോട്ട് പോകട്ടെ, കോർഡിനേഷനിൽ മുമ്പോട്ട് പോകും. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഉറപ്പാണ് ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും കളക്ടർ നൽകിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ പൈലിങ്ങിനിടെ നിരന്തരം ഇങ്ങനെ ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നതും പൈപ്പ് പൊട്ടുന്നതും നിരന്തര സംഭവമായത് തന്നെ അത് പ്രശ്നം പരിഹരിക്കണം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, ജാഗ്രത വേണമെന്നും KMRLനോടും നിർദ്ദേശമുണ്ട്. There is 1% ചാൻസ് ദാറ്റ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് സം പൈപ്സ് നമുക്ക് ഇപ്പോൾ കാണുന്നില്ല, ഇല്ലെങ്കിൽ നമ്മുടെ മെഷീൻസ്ക്ക് കാണുന്നില്ല, ബട്ട് ദേ ആർ ദെയർ. അപ്പോൾ അങ്ങനെ ആയെങ്കിലും വിത്തിൻ ഷോർട്ടസ്റ്റ് ടേൺ ഓവർ ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 3-4 ഡേയ്സ് എടുത്തു. ദാറ്റ് ഈസ് വെയർ ദ ഫ്രസ്ട്രേഷൻ ഈസ്. അതൊരു 6 to 12 hours എങ്ങനെ ശരിയാക്കാൻ പറ്റും, അതാണ് നമ്മുടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. 99% വി വിൽ ട്രൈ ടു എലിമിനേറ്റ്. പക്ഷേ 1% എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെയാണത് പെട്ടെന്ന് ശരിയാക്കുന്നത് എന്ന ഒരു ഇതിലാണ് നമ്മൾ നോക്കുന്നത്. ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ചാൽ യുക്രൈനു സംരക്ഷണം നൽകുമെന്ന ഉറപ്പുമായി അമേരിക്ക. ഇന്നലെ ബെർലിനിൽ വെച്ച് നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് തീരുമാനം. വിഷയത്തിൽ മുൻപില്ലാത്ത തരം പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നാറ്റോയിൽ തൽക്കാലം അംഗത്വം വേണ്ടെന്ന് യുക്രൈൻ പറഞ്ഞു. അതേസമയം റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തിൽ ഇതുവരെയും ധാരണയായിട്ടില്ല. മുൻ സമാധാന ചർച്ചകളെല്ലാം വഴിമുട്ടിയതോടെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US-ന്റെ പുതിയ ഫോർമുല. ഇതിന്റെ ഭാഗമായി അമേരിക്ക യുക്രൈനു സൈനിക സംരക്ഷണം നൽകും. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇതിനോടകം നാറ്റോ അംഗത്വമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ പകരം അമേരിക്ക യുക്രൈനെ സൈനികമായി സംരക്ഷിക്കും. യുക്രൈനു മേലുള്ള ആക്രമണം US-നു നേരെയുള്ള ഭീഷണിയായി കണക്കാക്കുകയും തക്കതായ തിരിച്ചടി നൽകുകയും ചെയ്യുമെന്നാണ് ഉറപ്പ്. അതായത് നാറ്റോ അംഗത്വം ഔദ്യോഗികമായി സ്വീകരിക്കാതെ തന്നെയുള്ള സൈനിക പിന്തുണ. ബെർലിനിൽ സെലൻസ്കി US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ സമാധാന ശ്രമങ്ങളിൽ മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ പുരോഗതിയുണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. I had a long talk with President Zelensky. Also, I spoke with the heads of Germany, Italy, NATO, Finland, France, United Kingdom, Poland, Norway, Denmark, and the Netherlands. We had very long and very good talks. And again, I think things are going along pretty well. ബെർലിനിൽ വെച്ച് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനു സംരക്ഷണം ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ റഷ്യൻ അധിനിവേശ പ്രദേശമായ ഡോണക്സ് മേഖലയിൽ നിന്ന് പിന്മാറണമെന്ന US ആവശ്യം യുക്രൈൻ അംഗീകരിച്ചിട്ടില്ല. ഇത് വേദനാജനകമായ കാര്യമാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും താൽക്കാലിക ആശ്വാസം. EDയുടെ കുറ്റപത്രം സ്വീകരിക്കാൻ ഡൽഹി കോടതി വിസമ്മതിച്ചു. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ആവശ്യമായ മുൻ FIR ഹാജരാക്കിയില്ലെന്ന കാരണത്താലാണ് നടപടി. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും അന്വേഷണം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജമ്മു കശ്മീരിലെ ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരന് വീരമൃത്യു. ഇന്നലെ വൈകിട്ട് മജൽട്ട ഗ്രാമത്തിൽ ആരംഭിച്ച ഏറ്റുമുട്ടലിലാണ് ജമ്മു കാശ്മീർ പോലീസ് സേനാംഗം കൊല്ലപ്പെട്ടത്. ഭീകരർ വനത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാസേന മേഖലയിൽ പരിശോധന നടത്തിയത്. പിന്നാലെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. അതേസമയം ഭീകരരിൽ ഒരാൾക്കും സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ പരിക്കുണ്ട്.
ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരാണ് ഭീകരരെന്നാണ് നിഗമനം. ഇവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. വനമേഖലയിൽ സുരക്ഷാ സേനയും ഇന്ത്യൻ സൈന്യവും തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിൽ നിന്ന് മടങ്ങി. റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാരയിലെത്തിയ ശേഷമായിരുന്നു ജാംനഗറിൽ നിന്ന് മടക്കം. ഗോട്ട് ഇന്ത്യ ടൂർ 2025 ഭാഗമായി ഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അനന്ത് അംബാനിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മെസ്സി ജാംനഗറിലെത്തിയത്. സഹതാരങ്ങളായ ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡി പോൾ എന്നിവർക്കൊപ്പം വൻ താരയിലാണ് മെസ്സി തങ്ങിയത്. തുടർന്ന് പുലർച്ചെ പാർക്ക് സന്ദർശിച്ച ശേഷം മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകനും വൻതാര സന്ദർശിച്ചിരുന്നു. കോഴിക്കോട് ഏലത്തൂർ വിജിൽ തിരോധാന കേസിൽ വഴിത്തിരിവ്. സരോവരത്തെ ചതുപ്പിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിന്റെ തന്നെ സ്ഥിരീകരിച്ചു. DNA പരിശോധനയിലാണ് സ്ഥിരീകരണം. 2019 കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ വിജിലിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. മാതാപിതാക്കളുടെ പരാതി തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും ലഭിക്കുകയും ഉണ്ടായില്ല. അടുത്ത കാലത്തെന്നാൽ പോലീസിന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിജിലിനെ സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിട്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. സുഹൃത്തുക്കളായ KK, നിഖിൽ, ദീപേഷ് എന്നിവർ പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അമിതമായ ലഹരി ഉപയോഗത്തെ തുടർന്നാണ് വിജിൽ മരിച്ചത് എന്ന് പ്രതികൾ മൊഴി നൽകിയത്. ലഹരി ഉപയോഗിച്ച ശേഷം മയങ്ങിക്കിടക്കുകയാണെന്ന ധാരണയിൽ തങ്ങൾ ആ സരോവരത്തു നിന്നും വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ പിറ്റേ ദിവസം സ്ഥലത്തെത്തിയപ്പോഴാണ് വിജിൽ മരിച്ചു എന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഭയം നിമിത്തം ഇത് പുറത്തു പറയാൻ ഉള്ള ധൈര്യമുണ്ടായില്ല. ഇതേ തുടർന്നാണ് സരോവരത്തെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തി മൃതദേഹം ഉപേക്ഷിച്ചതെന്നവർ പറയുന്നു. പിന്നീട് വിജിൽ പുറത്തേക്ക് പോയി എന്ന് തെളിയിക്കാനായി കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം വിജിലിൻ്റെ ബൈക്ക് കൊണ്ട് ഇടുകയും ചെയ്തു. എന്നാൽ പലതവണ പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തെങ്കിലും വിജിൽ എവിടെ പോയി എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നാണ് ഇവർ മൊഴി നൽകിയത്. മുംബൈയിലേക്ക് പോകുന്നതിനെ പറ്റി വിജിൽ പറഞ്ഞിരുന്നതായും ഇവർ പറയുകയും ചെയ്തു. എന്തായാലും പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കല്ലായി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ കാടിൽ മൂടപ്പെട്ട നിലയിൽ ഇവരുടെ വിജിലിൻ്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് സരോവരത്ത് പോലീസ് പരിശോധന നടത്തിയത്. ആദ്യഘട്ടം നടത്തിയ പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടങ്ങളിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. കനത്ത മഴയെ തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ തെരച്ചിൽ നടത്തുകയും 8 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് സന്നദ്ധ പ്രവർത്തകരുടെയും കടാവർ നായകളുടെയും അടക്കം സഹായത്തോടുകൂടി നടത്തിയ തെരച്ചിലാണ് വിജിലിൻ്റെതെന്ന് കരുതുന്ന 51 അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയത്. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കയറും കല്ലും കമ്പും അടക്കമുള്ള സാമഗ്രികളും അവിടെ നിന്നും ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് കണ്ണൂരിലെ ഫോറൻസിക് സയൻസ് ലാബിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അവിടെ നടത്തിയ മൃതദേഹ പരിശോധനയിലാണ് വിജിലിൻ്റെ തന്നെയാണ് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതികളെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസ് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ തിരിച്ചറിയുക കൂടി ചെയ്തുകൂടി ഇനി കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കും. വയനാട്ടിലെ ജനവാസ കേന്ദ്രമായ പച്ചിലക്കാട് പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയ്ക്കായി തെരച്ചിൽ. മേഖലയിലെത്തിയത് വയനാട് വന്യജീവി സങ്കേതത്തിലെ WL 112 കടുവ എന്ന് തിരിച്ചറിഞ്ഞു. 5 വയസ്സ് പ്രായമുള്ളതാണ് കടുവ. 5 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്നലെ രാവിലെ ഏതാണ്ട് 10 മണിയോടെ കണ്ട കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് രാവിലെ 10 മണിക്ക് പടിക്കം വയൽ എന്ന സ്ഥലത്ത് ജനവാസ കേന്ദ്രത്തിൽ കടുവ ഇറങ്ങിയത്. എന്നാൽ ഇന്ന് രാവിലെ വരെ അവിടെ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവ മാറി മാറി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ RRT സംഘവും അതുപോലെ തന്നെ റവന്യൂ വിഭാഗം, പോലീസ്, ഫോറസ്റ്റ് വിഭാഗം എല്ലാവരും തന്നെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ അല്പസമയത്തിന് മുമ്പ് കടുവ അവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തുള്ള ചീക്കല്ലൂർ വയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പാസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും കടുവയുടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്നലെ തുടങ്ങിയ തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുങ്കിയാനകൾ ഏതാനും നിമിഷങ്ങളിൽ ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കടുവയെ കാണുകയാണെങ്കിൽ മയക്കുവെടി വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നീങ്ങുന്നത്. ഇനി അതിനും കഴിയില്ലെങ്കിൽ കൂട് വയ്ക്കുക എന്നുള്ളതാണ്. കൂടെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ വളരെ വലിയ ഭീതിയിലാണ്. കാരണം ഒരു വനത്തിനടുത്തുള്ള പ്രദേശമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ജനവാസ കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു കടുവയുടെ സാന്നിധ്യം പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. എന്തായാലും ഈ ഭാഗങ്ങളിലെല്ലാം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള വിദ്യാലയങ്ങളെല്ലാം ഇന്ന് അവധി കൊടുത്തിരിക്കുകയാണ്. ജനങ്ങൾ പുറത്തിറങ്ങരുത്
എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ഇടയ്ക്കിടയ്ക്ക് പോലീസും വനംവകുപ്പും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഭീതിപ്പെടുത്തുന്ന അവസ്ഥ തന്നെയാണുള്ളത്. രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 5 വയസ്സായ ഒരു കടുവയാണ് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. IFFK സ്ക്രീനിങ്ങിനിടെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിനെതിരെ രഹസ്യമൊഴി നൽകി അതിജീവിത. IFFKയിലെ ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തകയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയത്. കേസിൽ കന്റോൺമെന്റ് പോലീസ് വൈകാതെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. IFFK സ്ക്രീനിങ്ങിനിടെ സംവിധായകനും ജൂറി അംഗവുമായ PT കുഞ്ഞു മുഹമ്മദ് മോശമായി പെരുമാറിയെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ മാസം അവസാനമാണ് IFFK ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. അതിജീവിതയുടെ മൊഴിയെടുത്ത ശേഷം കഴിഞ്ഞ 8-ാം തീയതിയാണ് കന്റോൺമെന്റ് പോലീസ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. പോലീസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ചലച്ചിത്ര പ്രവർത്തക ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം രഹസ്യമൊഴി നൽകിയത്. പരാതിക്ക് നിയമസാധുത കൈവന്ന പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. IFFK സ്ക്രീനിംഗ് നടക്കുന്നതിനിടെ തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് സംവിധായകൻ കുഞ്ഞു മുഹമ്മദ് ലൈംഗിക അതിക്രമം നടത്തിയതാണ് അതിജീവിതയുടെ പരാതി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. IFFKയിലെ സിനിമകളുടെ വിലക്ക് ബോധപൂർവമെന്ന് മന്ത്രി സജി ചെറിയാൻ. ആരെയാണ് അവർ ഭയപ്പെടുന്നത്? അടുത്ത തവണ മേള നടക്കുമോ എന്നും ആശങ്കയുണ്ട്. സിനിമകളുടെ പേരുകളോട് പോലും അസഹിഷ്ണുത വളർന്നുവരുന്ന വർഗീയതയുടെയും ഫാസിസ്റ്റ് മനോഭാവത്തിന്റെയും പ്രകടമായ ഉദാഹരണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളെല്ലാം പൊളിക്കുക. ഇനി ആരെങ്കിലും രാജ്യാന്തര മേള കാണാൻ വരും? ഏതെങ്കിലും ആള് സിനിമാ ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് വരും? അടുത്ത പ്രാവശ്യം മേള നടക്കും? എനിക്ക് ആശങ്കയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. എല്ലാ സിനിമയും കേരളത്തിൽ കാണാനുള്ള അവകാശം, ഇത് നമ്മുടെ മൌലികമായ അവകാശമാണ്. ആ മൌലികമായ അവകാശത്തെ ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യം എത്ര മാത്രം മാതൃകാപരമാണ് ലോകത്ത്. അതിന്റെ ഏറ്റവും വലിയ എല്ലാ വൈവിധ്യങ്ങളും അംഗീകരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടി നമ്മുടെ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ കലാരൂപങ്ങളും നമ്മുടെ വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്, ദുഃഖകരമാണ്. എല്ലാവരും പ്രതിഷേധിക്കണം. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇക്കാലത്ത് ഇടപെട്ട് അനുവാദം തരണമെന്നാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതുന്ന BBG റാംജി ബിൽ ലോക്സഭയിൽ ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് ബിൽ അവതരിപ്പിച്ചത്. माननीय अध्यक्ष महोदय, मैं प्रस्ताव करता हूं कि मुझे विकसित भारत गारंटी फॉर रोजगार एंड आजीविका मिशन ग्रामीण BBG रामजी विकसित भारत जी रामजी बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए. जी रामजी. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. രാകേഷ്, ഏറെ പ്രത്യേകതകളുണ്ട് UPA സർക്കാർ വിഭാവനം ചെയ്ത ഈ ബില്ലിന്റെ പുതിയ രൂപത്തിന്. എന്തൊക്കെയാണത്? ഇപ്പോൾ ലോക്സഭയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണോ? രഞ്ജിത്ത്, ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് BBG റാംജി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വലിയ തോതിൽ പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കിയിരുന്നു. മഹാത്മാഗാന്ധിയുടെ ചിത്രവുമായി നടുത്തളത്തിലിറങ്ങിയും പ്രതിഷേധിച്ചു പ്രതിപക്ഷം. ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് മഹാത്മാഗാന്ധി ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കിയത്. പ്രധാനമായും 2 വിഷയങ്ങളിലാണ് പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിക്കുന്നത്. ഒന്ന്, രാഷ്ട്രപിതാവിൻ്റെ പേര് തന്നെ നീക്കം ചെയ്യുന്നു. രണ്ടാമത്തേത് ഈ ബില്ലിലെ വ്യവസ്ഥകൾ, അതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം നിലവിലെ നിയമം എന്താണോ അതിനെ ദുർബലപ്പെടുത്തുന്നതാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയത്. അതായത് നിലവിലെ ബില്ലിനെ അപ്പാടെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേന്ദ്രം കൂടുതൽ പിടിമുറുക്കാൻ ശ്രമം നടത്തുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബില്ല് തന്നെ ഇല്ലാതാവുകയാണെന്ന വിമർശനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിച്ച NK പ്രേമചന്ദ്രൻ അടക്കമുള്ളവരും സർക്കാർ നീക്കത്തെ വിമർശിച്ചു. കാരണം സർക്കാരിന്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അടക്കം സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതാണ്ട് 2000 കോടി രൂപയുടെ അധിക ബാധ്യത വരുമ്പോൾ
അത് 125 പ്രവൃത്തി ദിവസം അത് ആകാൻ സാധിക്കില്ല എന്നാണ് NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് ശിവരാജ് സിംഗ് ചൗഹാൻ വിശദീകരിച്ചത് പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് 100 എന്നുള്ളത് 125 മോദി സർക്കാർ ഉയർത്തിയതുകൊണ്ടാണ് അത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നതെന്നാണ് ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹത്തിൻ്റെ വാദമായി ഉയർത്തുകയും ചെയ്തത്. ഏതായാലും പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. സ്പീക്കർ വ്യക്തമാക്കിയ കാര്യം ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചയാകാമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 2 മണിവരെ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിലൂടെ രാജ്യത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പൊളിച്ചടിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനം കുറഞ്ഞത് വർഷം 2000 കോടി കണ്ടെത്തുന്നത് എങ്ങനെയെന്നും മന്ത്രി ചോദിച്ചു. എല്ലാ തരത്തിലും കേരളത്തിൽ ദ്രോഹിക്കും. ഇന്ന് നിങ്ങൾ കണ്ടല്ലോ തൊഴിലുറപ്പ് മേഖലയിൽ നമ്മളൊരു വർഷം ഇപ്പൊ 2000 കോടി രൂപ ഏറ്റവും പ്രാഥമിക കണക്കനുസരിച്ച് സ്റ്റേറ്റ് ഇപ്പം ഉണ്ടാക്കണം. ഇവിടുന്ന പൈസ 90% കേന്ദ്ര ഗവൺമെന്റും 10% സ്റ്റേറ്റും മുടക്കിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പൊള്ളിച്ചടിക്കുന്നത് മാത്രമാണ്. അതിൽ 60-40 എന്നുള്ള ഷെയറിംഗ് വരുന്നതോടുകൂടി ഒരു സംസ്ഥാനത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും? ഇവിടുന്ന് GST വഴി എല്ലാ പണവും കൊണ്ടുവന്നു, സ്റ്റേറ്റിന്റെ വിഹിതം എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു, സ്റ്റേറ്റ് തന്നുകൊണ്ടിരിക്കുന്ന സമ്പത്ത് തരുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് CPI. സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത ഏർപ്പെടുത്തിയും അപ്രായോഗിക നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയതും പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാനാണ്. കേന്ദ്ര സർക്കാരിനെതിരെ CPI പ്രതിഷേധം സംഘടിപ്പിക്കും. ഈ മാസം 17-18 തീയതികളിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധമുണ്ടാകുമെന്നും CPI വൃത്തങ്ങൾ അറിയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് മാറ്റിയത് അസഹിഷ്ണുതയും ഭീതിയും മൂലമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന് ഗാന്ധിയുടെ രാഷ്ട്രീയമോ മൂല്യങ്ങളുടെ വ്യാപ്തിയോ മനസ്സിലാകില്ല. കേന്ദ്ര നീക്കത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. മൂന്നാറിൽ അതിശൈത്യം തുടരുന്നു. കഴിഞ്ഞ ദിവസം 3 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. പ്രദേശത്തെ പുൽമേടുകളിൽ വ്യാപകമായി മഞ്ഞുവീഴ്ചയുണ്ടായി. താപനില കുറഞ്ഞത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകിയിട്ടുണ്ട്. തണുപ്പ് ആസ്വദിക്കുന്നതിനായി ഉത്തരേന്ത്യയിൽ നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുന്നുണ്ട്. കണ്ണൂർ പാനൂർ കുറ്റേരിയിൽ നാടൻ ബോംബ് പിടിച്ചു. ശ്രീനാരായണ മഠത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 2 നാടൻ ബോംബുകൾ കണ്ടെത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡ് എത്തി ബോംബ് നിർവീര്യമാക്കി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,410, പവന് 99,280. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 10,265, പവന് 82,120. വെള്ളി ഗ്രാമിന് 200, കിലോയ്ക്ക് 2 ലക്ഷം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.